2 മാസമായി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഒരു ഇച്ചിരി സ്വത്ത് ഞാൻ അപ്പച്ചനോട് ചോദിച്ചുള്ളൂ. അതെങ്ങാനും അപ്പച്ചനോട് മിണ്ടിയ അപ്പച്ചൻ മിണ്ടത്തില്ലല്ലോ. എല്ലാ പണിയും ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ. എന്റെ ആങ്ങളൊരു സാധനത്തിന് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. 10 കാശുള്ള പുത്തൻ പണക്കാരി നാത്തൂൻ. 10 പൈസക്ക് ഉപകാരമില്ലല്ലോ അവള്. ഹലോ ഹലോ, ഒന്ന് സൗണ്ട് ഇല്ലാതെ അലക്കാൻ പറ്റുമോ? അയ്യോ, സൗണ്ട് ഇല്ലാതെ അലക്കാൻ എനിക്ക് അലക്കുകല്ലെ സൈലൻസർ ഒന്നും പിടിപ്പിച്ചിട്ടില്ല. അയ്യോ, അലക്കുകല്ലേലല്ല സൈലൻസർ പിടിപ്പിക്കാനോ, നിന്റെ വായില. ഹലോ എടി, നീ കേക്കണുണ്ടോ? എടി ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അല്ലടി, ഇവിടെ ഒന്നുമില്ല. എടി കിടക്കാൻ കട്ടില് പോലും ഇല്ലടി. വാതിലുണ്ടല്ലോ, ആ വാതിലെടുത്ത് 4 കല്ലിന്റെ പുറത്ത് വെച്ചിട്ട് അതിലാടി കയറി കിടക്കണത്. നിനക്കറിയാലോ എനിക്ക് AC ഇല്ലാതെ ഉറക്കം വരില്ല. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ചണച്ചാക്ക് നനച്ചേച്ച് മതി പൊതച്ച് മൂടി പൊതച്ചേച്ച് അങ്ങ് കിടക്കുന്നേ, അപ്പൊ നിനക്ക് ഉണ്ടാവും. ഹലോ എടി, അതെ എന്റെ ഭർത്താവിന്റെ ഒരു സഹോദരി ഇവിടെ ഉണ്ട്, ഒരു ഭൂതന. അവളുടെ വിചാരം അവള് ലോക സുന്ദരി എന്നാ. ഒരു ഈർക്കിൽ അവളെ തലയിലെടുത്ത് വെച്ചു കൊടുത്താലേ ഘോഷയാത്രയ്ക്ക് ആൾക്കാർ വരി പോലെ പോണ്. അവളെ തലേന്ന് പേൻ പോണത് കാണാം. ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലേ ഇവളെ കൊണ്ട്. നിനക്ക് അക്വേറിയത്തിൽ മീൻ വളർത്താമെങ്കിലേ എനിക്ക് എന്റെ തലയിൽ പേനും വളർത്താടി. അവള് ചോപ്പിച്ച് നടക്കുന്ന മുടി നോക്കടി, എന്റെ തലയും ചോന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിന്റെ തല ചുമന്നില്ലേ എടി, എന്നെ തേച്ച് കുളിക്കാഞ്ഞിട്ട് ഇത് ഞാൻ അന്തസ്സായിട്ട് കാശ് മുടക്കി കളർ ചെയ്തതാടി. എടി എടി എടി, എന്റെ സുന്ദരനായ ആങ്ങളെ കയ്യും കലാശവും കാണിച്ച് നീ വളച്ചെടുത്ത് കൊണ്ടുവന്നല്ലേടി ഇവിടെ. അയ്യോ, സുന്ദരന്റെ കാര്യം പറയണ്ട, കയ്യും കലാശം കാണിച്ച് വളച്ചെടുക്കാൻ പറ്റിയ ആള്. എടി നീ കൂടുതലൊന്നും സംസാരിക്കണം കേട്ടല്ലോ. ഇവിടുത്തെ സ്വത്ത് മാഞ്ചോട്ടെ, ഞാൻ ഇവിടുന്ന് പോകും. എന്റെ അപ്പച്ചന്റെ സ്വത്ത് കണ്ടിട്ടാണെങ്കിലേ മോൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിർത്തലടികളോ? മോളെ, നീ ഇവള് പറയുന്നത് കേട്ടൊന്നും വിഷമിക്കണ്ട. അപ്പച്ചൻ പറഞ്ഞിട്ടില്ലയോ സ്വത്ത് എഴുതി തരുമെന്ന്. ഓ, അപ്പൊ പുത്തൻ പണം കിട്ടിയപ്പോ ഈ മോളെ അമ്മച്ചിക്ക് വേണ്ടല്ലേ? എന്റെ ആങ്ങളെ ഒന്ന് വന്നോട്ടെ അമ്മച്ചി.